അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ബുക്കും പേപ്പറും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, പോട്ടെ. നമുക്ക് വേണ്ട സാധനം എവിടെ ഉണ്ട്? ഇതാണ് നമ്മുടെ ഫോൺ. റിയൽമി 13+ ഡിമെൻസിറ്റി 7300 ചിപ്പ് വരുന്ന ഫോണാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ ഇതിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കാണിച്ചു തരാം. 80 വാട്ട് അൾട്രാ ചാർജ് വരുന്ന 80 വാട്ട് അൾട്രാ ചാർജ്, പിന്നെ 5000 mAh ബാറ്ററി. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഒരു ദിവസമല്ല, ഒരു 2 ദിവസമൊക്കെ നമുക്ക് സാധാ ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ധാരാളമാണ്, ഈ 5000 mAh ബാറ്ററിയൊക്കെ. പിന്നെന്താ പിന്നെ എൻ്റെ ഒരു എന്താ പറയുക പർപ്പസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ക്യാമറ. സോണീൻ്റെ 50 MP പ്രൈമറി ക്യാമറ ഇതിൽ തന്നെ. OIS ഉണ്ട്, EIS ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് 13+ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 12+ ആണ്. അപ്പോൾ 12+നേക്കാളും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഇതിന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റും ഇത്തിരി കൂടിയതാണ്. ഞാൻ ഉപയോഗിക്കുന്ന 12+ൻ്റെ എനിക്ക് തോന്നുന്നത് 7050 ചിപ്സെറ്റ് അങ്ങനെ എന്തോ തോന്നണം. ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ, സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 7300 അതിനേക്കാളും കൂടി ചിപ്സെറ്റ്. അപ്പോൾ എങ്ങനെ വന്നാലും നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും ഇതിന് തന്നെ. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, എവിടെ പൊളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. ഇതിപ്പോൾ ഒരു കൈ വെച്ച് ക്യാമറ എടുക്കണോണ്ടാണ് ഇങ്ങനെ പൊളിക്കേണ്ടി വന്നത്. എനിക്കവിടെ ക്യാമറ പിടിച്ചത് ആരില്ല ഗൈസ്, ആരുമില്ല. ഇതൊക്കെ പോട്ടെ. ഈ വീഡിയോ എടുക്കണതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആമസോണിലെ ചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതിന് വീഡിയോ എടുത്ത് വെച്ചോ, തുറന്നു നോക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത് ആവശ്യം വരും. ഈ വീഡിയോ ഇത് തുറക്കണേൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വല്ല മാർബിളോ കരിങ്കല്ലോ അല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണോ അങ്ങനെയും ആൾക്കാർക്ക് കിട്ടുമല്ലോ, കിട്ടി ചരിത്രം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പരാതിപ്പെടുമ്പോൾ നമുക്ക് തെളിവ് വേണമല്ലോ അൺബോക്സ് ചെയ്യുമ്പോൾ. അപ്പം അതിന് വേണ്ടി ഒരു വീഡിയോ എടുത്ത് വെച്ചോളാം ആ പുള്ളി പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എന്തായാലും പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ഒരു സേഫ്റ്റിക്ക് എടുത്ത് വെച്ചേക്കാം. സ്റ്റിക്കർ പോട്ടെ, ഇത് ആവശ്യമില്ല. വേറെ സ്റ്റിക്കർ ഇല്ല, ഒന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പെട്ടി പൊട്ടിക്കുകയാണ് ഗൈസ്. റിയൽമി 13+. അത് വാങ്ങരുത്. പെട്ടീനുള്ളിൽ വേറെ പെട്ടിയോ? ഇതെന്തത്? ഫോണുണ്ട്, മേക്ക് ഇറ്റ് റിയൽ. ഇതിനുള്ളിൽ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിച്ചോ ഇതിനുള്ളിൽ എന്താണ്. അങ്ങനെ നമ്മുടെ ഫോൺ വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു കൈകളുണ്ടേ എൻ്റെ മോനെ. ഇതേ മുതല് കവറൊക്കെ പോട്ടെ. ഇതാണ് നമ്മുടെ മുതൽ. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. പവർ ബട്ടൺ കൊള്ളാട്ടോ, സാധനം അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. C-type ചാർജർ. പിന്നെ ഇവിടെ ഹൈബ്രിഡ് സിമ്മാണ്. ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ 2 സിമ്മും ഇടാൻ പറ്റും. പിന്നെന്താ പിന്നെ ബാറ്ററി ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. വന്നാച്ച്. അപ്പോൾ ഫോൺ ഇവിടെ നിന്ന് ഓണാവട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കി സാധനങ്ങൾ നോക്കാം. ഇത് ഫോണിൻ്റെ കവർ, ഇത് ആവശ്യമില്ല. ഇത് മാസീവ് ചാർജർ, പവർഫുൾ 80 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജർ. കണ്ടോ? ഇത് വെച്ച് പട്ടപ്പട്ടേന്നായിരിക്കും ചാർജ് തരണത്. എൻ്റെ 12+ൻ്റെ ചാർജ് 65 വാട്ടാണ്. ഇതിൻ്റെ വന്നത് 80 വാട്ട്. എൻ്റെ 12+ ചാർജ് ആവാൻ തന്നെ ഒരു 40-45 മിനിറ്റിൽ ഫുൾ ചാർജ് ആവും, പട്ടപ്പട്ടേ ചാർജ് ആവും. അപ്പോൾ ഈ 80 വാട്ട് വെച്ച് നമുക്കിത് തകർക്കാം. പിന്നെ ഇതിൻ്റെ കേബിൾ വരുന്നുണ്ട്.
കേബിൾ പൊട്ടിക്കട്ടെ. ഒരു കൈ വെച്ച് പൊട്ടിക്കണത് ചടങ്ങാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കടിച്ചു വലിച്ചാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കേബിള്. ചാർജറായി, കേബിളായി, ഹെഡ്സെറ്റ് ഒന്നുമില്ല ഇതിൻ്റെ കൂടെ, പെട്ടി, ഇത്രേ ഉള്ളൂ പരിപാടി. പിന്നെ നമ്മൾ നേരത്തെ നമ്മുടെ ഫോൺ എന്തായി നോക്കട്ടെ. ഹലോ വന്ന് ഇംഗ്ലീഷ് കൊടുത്ത്, നെക്സ്റ്റ് കൊടുത്ത്, ഇന്ത്യ, നെക്സ്റ്റ് കണക്ട് ടു മൊബൈൽ നെറ്റ്വർക്ക്. എന്തിനാണോ അത് മറ്റേ സെറ്റപ്പ് ചെയ്യാനായിട്ട്. സ്കിപ്പ് കൊടുക്കാം. എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആ ക്യാമറേൻ്റെ ക്വാളിറ്റി ഒന്ന് കാണണം, അതിനു വേണ്ടിയാണ്. അയ്യോ സ്കിപ്പ്. പോട്ടെ എല്ലാം പോട്ടെ. തൽക്കാലത്തേക്കൊരു പാസ്വേഡ് കൊടുക്കാം. ന്യൂമറിക് കൊടുക്കാം. യുവർ ലോക്കാസ് എന്താണ് അത് പോട്ടെ. പാസ്വേഡിൻ്റെ സംഭവമാണ്. പാസ്വേഡ് 1 2 3 4 5 6. യൂസ് ഇറ്റ് എനിവേ. ദിസ് പാസ്വേഡ് ഇസ് ടു കോമൺ, യൂസ് ഇറ്റ് എനിവേ. റീ എൻട്രി കൊടുക്കാം. 112233 കൊടുക്കാം. എൻ്റർ പാസ്വേഡ് അഗൈൻ 112233 കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. എനിക്കിതിൻ്റെ ആ ക്യാമറേൻ്റെ ക്വാളിറ്റി ഒന്ന് കാണണം, അതിന് വേണ്ടിയാണ് ഞാൻ ഈ ആക്രാന്തം കാണിക്കുന്നത്. സ്കിപ്പ്. നെക്സ്റ്റ് ജസ്റ്ററാണോ? ജസ്റ്റർ കൊടുക്കാം. അതല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. അങ്ങനെ വന്താച്ച് മോനെ, വന്താച്ച് റിയൽമി UI വന്താച്ച്. ഗെറ്റ് സ്റ്റാർട്ടഡ്. വാങ്ങട് ടച്ച് വർക്കാണല്ലേ എൻ്റെ അമ്മേ. എൻ്റെ പൊന്നെ കിഡിലം. ദേ നോക്കി, ഈ മഞ്ഞ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നോക്കി, അടിപൊളിയല്ലേ കാണാനായിട്ട്, നല്ല സ്ഥലം കാണാനായിട്ട്. ഇത് ഈ മാച്ച് ആവണല്ലേ. പിന്നെ ഇതിൻ്റെ ബസ്സലൊക്കെ അടിപൊളിയായിട്ടോ. ബസ്സലൊക്കെ വളരെ കനം കുറഞ്ഞ ബസ്സലാണ് തന്നെ. പിന്നെ ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല ഫോണിന്. കണ്ട എന്തോരം വെയിറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നമുക്കിപ്പം ഇൻ ഹാൻഡ് ഫീലിംഗ് ഒക്കെ അടിപൊളിയാണ്. വലിയ വെയിറ്റ് ഒന്നുമില്ല നമുക്കിങ്ങനെ, എന്താ പറയുക. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്, ഇതൊന്നും വലിയ ക്വാളിറ്റി ഒന്നും തോന്നില്ല, വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ സാധനം മുതലാണെന്ന് തോന്നണം. അപ്പോൾ ഇത്രയും കണ്ടതിൽ വെച്ചിട്ട് എന്തത് ഡോണ്ടല്ലോ പോട്ടെ. ക്യാമറ, ഫോട്ടോ, നമുക്ക് വീഡിയോ എടുക്കാം. വീഡിയോ ആണ് നമുക്ക് മെയിൻ ആവശ്യം. 1080p 30 കിടക്കണേ. നമുക്ക് 1080pൻ്റെ ഓപ്ഷൻ 1080p 30 എടുക്കാം, 60 എടുക്കാം, 4K 30 എടുക്കാം. ഇതിപ്പോൾ 12+ൻ്റെ സെയിം ഫീച്ചർ തന്നെ ഇതിലും വന്നതാണ്. ഇത് 4K ആണ്. പിന്നെ ഇത് 1080p 60 ആണ്. 1080p 60 അടിപൊളിയാണ് കേട്ടോ, കാണാൻ നല്ല സുഖമുണ്ട്. പിന്നെ ഈ ഫീച്ചേഴ്സൊക്കെ സെയിം എൻ്റെ 12+ൻ്റെ സെയിം തന്നെ വന്നതാണ്. പോർട്രേറ്റ്, ഞാനത് ഫോട്ടോ ഒന്നും എടുക്കില്ല, വേറെ ഒന്നും അല്ല എടുക്കാത്തത്. ഇതെനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിത് അധികം പണിയാണില്ല. പക്ഷേ എനിക്കിതിൻ്റെ ക്യാമറ ക്വാളിറ്റിയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, ജസ്റ്റ് എങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ. പിന്നെ ഇത് വന്ന് മറ്റേ സ്നാപ്ചാറ്റും ആ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചെറുപറ ആപ്പെല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത്. ബ്രോഡ്ബേർഡ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളയണം. ഇതിനൊന്നും ഒരു ആവശ്യമില്ല, നമുക്ക് വെറുതെ സമയം കളയാനുള്ള സാധനങ്ങൾ ഇതൊക്കെ. ഈ സ്നാപ്ചാറ്റ് നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല ഇതുകൊണ്ട്. പിന്നെ എന്തെങ്കിലും കാണിക്കാനുള്ളത്. പിന്നെ എൻ്റെ സെറ്റിങ്സ് എടുത്ത് നോക്കാം. വൈഫൈ, ബ്ലൂടൂത്ത്, ലൊക്കേഷൻ, ഇതൊക്കെ ഓണായിട്ടാ. ഇത് ഇവർ തരുമ്പോഴേ ഇതൊക്കെ ഓണാക്കി വെച്ചിട്ട് നമുക്ക് തന്നെ തോന്നും. അതുകൊണ്ടായിരിക്കും ഞാൻ ഓണാക്കിയൊന്നുമല്ല, തന്നെ ഓണായി വന്നതാണല്ല. ചിലപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചായിരിക്കുള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. എബൌട്ട് ഡിവൈസ്, റിയൽമി UI 5.0 തന്നെ. പിന്നെ സ്റ്റോറേജ് കണ്ടോടാ 128 GB ആണ് സ്റ്റോറേജ് തന്നെ. ഈ 128 GBക്ക് വന്നതിനാണ് 19,990, 20,000 കൂട്ടിക്കും. ഞാൻ അയാൾക്ക് ഈ 20,014 രൂപ കൊടുത്ത്, എന്ന് വെച്ചാൽ 14 കൊടുത്തെന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ആമസോണിൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കൂലേ, അപ്പോൾ അവർക്ക് സർവീസ് ചാർജായിട്ട് ആണ് അവർ ആ ഒരു 14 രൂപ നമ്മളിന്ന് ചാർജ് ചെയ്യണത്. അപ്പോൾ 20,014 രൂപയാണ് ഇത് മൊത്തം ആയത്.
പിന്നെ പ്രോസസ്സർ ഡിമെൻസിറ്റീൻ്റെ 7300 ആണ് തന്നെ. ഇതൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ പ്രോസസ്സറിൻ്റെ ആവശ്യമൊന്നുമില്ല. ആൾക്ക് എന്താ പറയുക, സിനിമ കാണണം, പിന്നെ കുറച്ച് നേരം യൂട്യൂബ് കാണണം, പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കണം, അത്രേ ഉള്ളൂ ആളുടെ ആവശ്യം. പിന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് വേണം. പിന്നെ ആളുടെ പഴയ റെഡ്മി ഏകദേശം ഒരു 4-5 കൊല്ലമായി റെഡ്മി എടുത്തിട്ട്. ആ ഫോൺ ഇപ്പോൾ ചത്തു തുടങ്ങി. അത് ഇടയ്ക്കിടയ്ക്കിങ്ങനെ സ്വിച്ച് ഓഫ് ആയി പോവും, പിന്നെ സ്ക്രീൻ ബ്ലാങ്കായി നിൽക്കും. അങ്ങനെ പ്രശ്നം വന്നുകൊണ്ട് ആളുടെ പരിപാടിയൊന്നും നടക്കാറില്ല. വർക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുമ്പോഴേക്കും അതൊരു പണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഫോൺ മാറ്റാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ 5000 mAh ബാറ്ററി വന്നുകൊണ്ട് പിന്നെ ബാറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കണ്ട, അടിപൊളിയാണ്. പിന്നെ 80 വാട്ടിൻ്റെ ചാർജർ വന്നുകൊണ്ട് ഒരു 10 മിനിറ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും 30% ചാർജ് അല്ലെങ്കിൽ 40% ചാർജ് ഉറപ്പായിട്ടും കയറും. അത് കൺഫേമാണ്. ഞാൻ എൻ്റെ 12+ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കതറിയാം. പിന്നെ 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 ഫ്രണ്ട് ക്യാമറ നോക്കിയില്ലേ? ഫ്രണ്ട് ക്യാമറ നോക്കാം. ഫ്രണ്ട് ക്യാമറ തിരിച്ചാൽ എവിടെ 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 ഫോട്ടോ ഇതേ എന്നെയും കാണാം. എൻ്റെ എന്താ പറയുക, ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇതാണ് എൻ്റെ ആക്ഷൻ ക്യാമറ. ഇത് DJൻ്റെ കേട്ടോ. ഇത് സ്വിച്ചൊക്കെ പോയി, പക്ഷെ എന്നാലും പട്ടക്കുതിരയാണ്. അത് അടിപൊളിയല്ലേ? ഇതിലാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാറ്. ഓക്കെ, ഇത് സെക്കൻഡ് വാങ്ങിച്ചത് ഒരു 15,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇതൊരു ചേട്ടൻ ഹിമാലയത്തിൽ പോകാൻ വേണ്ടി മാത്രം വാങ്ങിച്ച സാധനം അത്. അപ്പോൾ ഹിമാലയത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും പുള്ളിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുള്ളി ഇത് വെറുതെ വീട്ടിൽ വെച്ചേക്കാണ്. അങ്ങനെ വെച്ചപ്പോഴേക്കും പുള്ളി ഇത് OLX-ലിട്ട്. അപ്പോൾ ഞാനതായിട്ട് അപ്പോൾ ഇത് ഞാൻ തപ്പി കിടക്കായിരുന്നു. ഒരു ആക്ഷൻ ക്യാമറ വേണം, എൻ്റെ വലിയൊരു എന്താ പറയുക ജീവിതാഭിലാഷമായിരുന്നു. അങ്ങനെ എനിക്കിത് കിട്ടി. സാധനം അടിപൊളിയാട്ടോ. 60 ഒക്കെ ഇട്ട് 4K 60 ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നല്ല ലൈറ്റ് കണ്ടീഷൻ ആണ്. ഈ സൂപ്പറാണ്. ഇത് DJൻ്റെ ഓസ്മോ ആക്ഷൻ. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ എന്താണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓസ്മോ ആക്ഷൻ 3 ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ളത്. ഇത് ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ എന്ന് തോന്നുന്നു. ഞാൻ എടുത്തത് കൊറോണ കഴിഞ്ഞില്ലേ, കൊറോണ കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് ഇത് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറേൻ്റെ ക്ലാരിറ്റി കണ്ടല്ലോ അല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് ഇപ്പോൾ ഫോൺ ഇതിൻ്റെ ബാറ്ററി എങ്ങനെയുണ്ട്? അയ്യോ ഒരു മിനിറ്റ്. അപ്പോൾ ഈ ഫോണിൻ്റെ ബാറ്ററി എങ്ങനെയുണ്ട് അതൊക്കെ ഞാൻ പറയാം. ഫോൺ ഓഫ് ചെയ്യാം, ക്യാമറ ഉണ്ടല്ലോ. അപ്പോൾ ഫോൺ എല്ലാവരും കണ്ടില്ലേ? ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ട്, ചാർജ് ചെയ്യാനൊക്കെ എത്ര ടൈം എടുക്കും, അതൊക്കെ ഞാൻ പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചാനലിന് മിക്സഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യാം. പിന്നെ നല്ല ഫോണാണെന്ന് തോന്നണം. ഞാനിന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അതിനകത്തിടാം. മിക്കവാറും ഈ വീഡിയോൻ്റെ കൂടെ അല്ല, അടുത്ത കുറച്ച് വീഡിയോ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിടാം. എന്തെങ്കിലുമൊക്കെ വല്ല പട്ടീനെ പൂച്ചേനെ എന്തെങ്കിലും കിട്ടും. ഇവിടെ അവിടുത്തെ വീട്ടിലൊരു പുതിയൊരു പട്ടീനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അവൻ്റെ അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ ഇട്ടേക്കാം ഇത് വെച്ച് ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. പിന്നെന്താ, മെയിനായിട്ട് ഇതിൻ്റെ ബാറ്ററി നോക്കിയിട്ടാണ് ആൾ ഈ ഫോൺ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ബാറ്ററിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തോരം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, അതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. എല്ലാം ഞാൻ പറയാം. ഒരു വീഡിയോ കൂടി ഈ ഫോണിൻ്റെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഇനി സർവർ വീഡിയോ ആയിരിക്കും. നെറ്റ് എടുത്തിട്ടുണ്ട്, നെറ്റില്ലാത്തതിൻ്റെ പേരിലാണ്. നെറ്റില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നെറ്റ് അടുത്തുണ്ട് ഏഷ്യാനെറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ കണക്ഷൻ എടുക്കുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നില്ല. അത് മിക്കവാറും വരും ഈ അടുത്ത് തന്നെ. കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ നെറ്റ് ഇപ്പോൾ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ വീട്ടിലേക്ക് നെറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലോ അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. ഒരു കാര്യം വിട്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിനുള്ളിൽ എന്താ ഉള്ളതെന്ന്, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇതിങ്ങനെ മൈലിലേക്ക് വലിച്ചത് തുറന്നു വരും. ഇതിൽ വേറെ ഒന്നുമല്ല, ഫോണിന് ഒരു കേസ് തന്നെ ഉണ്ട്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. 12+ എനിക്കും കിട്ടിയായിരുന്നു. അതെ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസ് അടിപൊളിയാണ്. ഏതാണ്ട. അപ്പോൾ ഇതാണ് ആ മഞ്ഞ കവറിനുള്ളിൽ വന്നത്. ഇവിടെ ഇരിക്കട്ടെ. പിന്നെയും കുറേ ബുക്കും പേപ്പറും വന്നിട്ടുണ്ട്. പിന്നെ ഒരു സിഗ്നി സെക്ഷൻ്റെ ടൂൾ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ശരി, ബൈ, ടാറ്റ.